ഗെയ്സ്, അപ്പോൾ ഇത് നിർമ്മിച്ചെടുക്കാൻ നമുക്ക് മെയിനായിട്ടും 4 ഐറ്റംസാണ് ആവശ്യമായിട്ടുള്ളത്. അതായത് 2.25 ലിറ്ററിൻ്റെ കാലിയായ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, പിന്നെ അടുത്തതായിട്ട് നമുക്ക് 1/2 ഇഞ്ചിൻ്റെ PVC 3 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത്, 1.5 അടിയുടെ ഒരു PVC പൈപ്പ്, അതുപോലെ 1 അടിയുടെ, പിന്നെ 8 സെൻറ്റിമീറ്ററിൻ്റെ ചെറിയൊരു PVC പൈപ്പ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഒരു PVCയുടെ ഒരു ബോൾ വാൽവും, അതുപോലെ നമ്മുടെ ഫുട്ബോളിനൊക്കെ കാറ്റടിക്കുന്ന ഒരു ഹാൻഡ് പമ്പും ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനായിട്ട് നമ്മുടെ കുപ്പിയുടെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ കിഴുത്തി ഇട്ട് കൊടുക്കുക. ചെറിയ കിഴുത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹാൻഡ് പമ്പ് ഉണ്ടല്ലോ, അത് അകത്തേക്ക് കയറിപ്പോകത്തക്ക രീതിയിലുള്ള കിഴുത്തിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനായിട്ട് ഏറ്റവും ചെറിയ അളവിലുള്ള ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ഒന്ന് അളവ് പിടിക്കുക. എന്നിട്ട് നമ്മുടെ കുപ്പിയുടെ മുകളിലേക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏതെങ്കിലും ടൂൾ ഉപയോഗിച്ച് കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ടൂളെന്ന് പറയാൻ കാര്യം എൻ്റെ കയ്യിൽ ഡ്രില്ലറൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഒരു കിഴുത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് നല്ല അടിപൊളിയായിട്ട് പക്കയായിട്ട് കിട്ടണം. നമ്മുടെ ഹാൻഡ് പമ്പ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതേപോലെ ഇരിക്കുകയും വേണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വശങ്ങളിലൊക്കെ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നേരെ നിർത്താനായിട്ട് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച പശയുടെ മുകളിലേക്ക് MCലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. MCL എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പശയാണ്. ഇത് 2 പീസായിട്ടാണ് വരുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ ഒട്ടിക്കെടുക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പശ ആയതുകൊണ്ട് MCയിൽ വെച്ച് ഇതിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിൽ പക്കയായിട്ട് അടിപൊളിയായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗെയ്സ്, അപ്പോൾ നമ്മുടെ MCയിലൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, നോക്കിയാണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഏരിയയിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ 8 സെൻറ്റിമീറ്ററിൻ്റെ കുഞ്ഞൻ PVC പൈപ്പ് ഉണ്ടല്ലോ, അതിവിടെയായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ MCയിലൊക്കെ തീർന്നു പോയത് കാരണം ഞാനിവിടെ എടുത്തേക്കുന്ന അറാൾഡേറ്റിൻ്റെ പശയാണ്. ഇതും 2 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ PVC പൈപ്പ് ഇവിടെ നിന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞൻ PVC പൈപ്പ് ഇവിടെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ PVC വാൽവ് ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കണം. നമ്മളിപ്പം പിടിക്കുമ്പോഴും, അതായത് നമ്മൾ ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് നല്ല ഇത് ലെയർ വെളിയിലോട്ട് പോകും. അപ്പോൾ അത്ര സ്ട്രോങ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് നല്ല പശയായിട്ട് തന്നെ നമ്മളിവിടെ ഒട്ടിച്ചെടുക്കുക. അറാൾഡേറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് സമയം എടുക്കുന്നു, ഒട്ടി വരാൻ കുറേ സമയം എടുക്കുന്നതുകൊണ്ടാണ് അറാൾഡേറ്റ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ MCയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ MCയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒട്ടിക്കൽ പരിപാടിയെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫിറ്റിംഗ് ആൻഡ് ഫിനിഷിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം വാൽവ് ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മുടെ പൈപ്പും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ലുക്കൊന്ന് മാറ്റിയെടുക്കുക. അതിനായിട്ട് നമുക്ക് കുറച്ച് കളറൊക്കെ അടിച്ച് നല്ല സെറ്റപ്പാക്കി അടിപൊളിയാക്കി എടുക്കുക. അച്ഛന്മാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹോളി ആഘോഷം ഇപ്പം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ശരി, എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് വ്യത്യസ്തമായ മറ്റു വീഡിയോ നമുക്ക് പിന്നെ കാണാം. എനിക്ക് പണി കഴിക്കുന്നുണ്ട് കേട്ടോ.